ഹോളി മിസ്സിങ്സ് തിരുപ്പിറവി കൊണ്ടാടുന്ന വേളയിൽ തിരുവചനങ്ങളുടെ കാലിക പ്രസക്തിക്കായി കാതോർക്കാം, ചിന്തിക്കാം. ആദാം മുതൽ യേശു തമ്പുരാൻ വരെയുള്ള വിപുലമായ വംശാവലിയിൽ ദൈവപ്രത്യാശയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ദീർഘമാണ്. ക്രിസ്തുവിൻ്റെ ഉന്നതമായ പദവി എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പിൻഗാമി പുറജാതികളും പാപികളുമാണ്. ഇതിൽ യവനനും ദാസനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ എന്നാണ് പൗലോസ് ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം എല്ലാ ജാതികൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉള്ളതാണ്. അതിനെ കുറിക്കുവാനാണ് വംശാവലിയുടെ ന്യായം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നവർ പാടി. വിശുദ്ധ ലൂക്കോസ് 2:14 മനുഷ്യന്റെ കർമ്മവും മനുഷ്യനെ സൃഷ്ടിച്ച അത്യുന്നതങ്ങളിലെ ദൈവത്തിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവികമായ ശുശ്രൂഷകൾക്കും വചനത്തിനും ദൈവിക കർമ്മങ്ങൾക്കും അതിനു പുറമേ ദൈവം നൽകിയ സ്നേഹത്തിന് മഹത്വം കൊടുക്കുക, അതിൻ്റെ മാനം അന്വേഷിക്കുക. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഭൂമിയിലെ മനുഷ്യർക്ക് ദൈവപ്രസാദമുണ്ടാകും. ആ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഉന്നതങ്ങളിലെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ക്രമമുണ്ടാകുമ്പോൾ ഭൂമിയിലെ നമുക്ക് ദൈവത്തിന് പ്രസാദം ലഭിക്കും. എന്നുവെച്ചാൽ ദൈവത്തിന് സ്നേഹം ലഭിക്കും. ആ സ്നേഹം മൂലമാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഉടമകളാകുമ്പോൾ നാമും പ്രസാദമുള്ളവരും ചൈതന്യമുള്ളവരുമാകുന്നു. ഇരുൾ അസമാധാനവും പ്രകാശം സമാധാനത്തിൻ്റെ അടയാളവുമാണ്. തയ്യാറാക്കിയത് കെസ്യാമറയും ബിജു, 1ാം വർഷം ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി.